ഹായ് നമസ്കാരം. ഞാൻ ടാറ്റയുടെ കർവ് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി. 10,000 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയത്. ഈ 10,000 കിലോമീറ്റർ ടാറ്റയുടെ കർവ് 55 പാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു റിവ്യൂ പറയാം. എനിക്ക് ഏകദേശം ഒരു ദിവസം 250 അല്ലെങ്കിൽ 300 കിലോമീറ്റർ റൺ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 55 എടുത്തത്. കാരണം കമ്പനി ഏകദേശം ഒരു 550 പറയുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല നമ്മൾ ഫാസ്റ്റിൽ പോവുകയാണെങ്കിൽ സ്പോർട്സ് മോഡിലെല്ലാം പോവുകയാണെങ്കിൽ ഒരു 350 ഒരു 400 അടുത്ത് കിട്ടും. ഇനി അതല്ല ഒരു നോർമൽ ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഒരു 450 ഈ ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെയിലി ചാർജ് ചെയ്യും. അതുപോലെ അധികം ഓട്ടമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഈ 2 ദിവസം കൂടുമ്പോഴാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ 3 ഫേസ് ആണോ എന്ന് ഉറപ്പിക്കണം. കാരണം നിങ്ങളുടെ വീട് 3 ഫേസ് അല്ലെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവില്ല. 3 ഫേസ് ആണെങ്കിൽ മാത്രമേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവൂ. കാരണം ഇവരുടെ സാധാ നോർമൽ ചാർജിൽ ഏകദേശം ഫുൾ ചാർജ് ആവണമെങ്കിൽ 15-18 മണിക്കൂറെല്ലാം ഡിപ്പെൻഡാണ്. ഏകദേശം അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. സാധാരണ നമ്മളൊരു 30-40 എല്ലാം ചാർജ് ബാക്കി ഉണ്ടാകുന്ന സമയത്താണല്ലോ ഇത് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അധികം സമയം എടുക്കാതെ തന്നെ ഫുൾ ചാർജ് ആവും. അപ്പോൾ 3 ഫേസ് മസ്റ്റായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഓടുന്ന ആളാണെങ്കിൽ ഒരിക്കലും 450 പാക്ക് എടുക്കരുത്, അല്ലെങ്കിൽ 400 എടുക്കരുത്. 45 ഒരിക്കലും എടുക്കരുത്. 55 തന്നെ ചൂസ് ചെയ്യാം. കാരണം നമ്മളെപ്പോഴും ഒരു 450 റേഞ്ച് കിട്ടുന്ന കാറിന് എപ്പോഴും ഒരു 100 നമ്മളവിടെ റിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ 350 നമുക്ക് ഓടാൻ കഴിയും. കാരണം ഒരു 100 ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പേടി വന്ന് തുടങ്ങും. കാരണം അടുത്തിനി ചാർജർ ഇല്ലേ അല്ലെങ്കിൽ എത്തില്ലേ എന്നൊക്കെ എല്ലാം ഉള്ള ഒരു പേടി വന്ന് തുടങ്ങും. പിന്നെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തുനിന്നാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് നല്ല നിരക്ക് വരുന്നുണ്ട്. ഏകദേശം ഈ 18 ടു 24-25 രൂപയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ഓടാൻ 2 രൂപയുടെ മുകളിൽ 3 രൂപയുടെ അടുത്ത് നമുക്ക് 1 കിലോമീറ്ററിന് കോസ്റ്റ് വരും. ആ സ്ഥാനത്ത് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം 1 രൂപ മാത്രമേ നമുക്ക് ചാർജ് വരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 7500 കിലോമീറ്റർ ഓടി എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ബില്ല് വന്നപ്പോൾ 7500 കിലോമീറ്റർ ഓടിയപ്പോൾ ഫസ്റ്റ് ബില്ല് വന്നത് എനിക്ക് വീട്ടിൽ 10,000 രൂപയാണ് ബില്ല് വന്നത്. 2,000 രൂപ ഓൾറെഡി വീട്ടിൽ ബില്ല് വരുന്നതാണ്. കാരണം ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ടായതുകൊണ്ടും മറ്റുള്ള ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് 2,000 ഓൾറെഡി വരും. അപ്പോൾ ഏകദേശം കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് 1 രൂപ എന്ന നിരക്കിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് ബില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പോർട്സ് മോഡ് അതുപോലെ ഇതെല്ലാം കുറച്ച് ഫാസ്റ്റിൽ ഡ്രൈവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ചാർജ് നന്നായിട്ട് കുറയും. ഓക്കെ. പിന്നെ സർവീസ് എനിക്ക് തോന്നിയത്, ഞാൻ ഇപ്പോൾ 2 സർവീസാണ് കഴിഞ്ഞത്. സർവീസ് ലെക്സോൺ ടാറ്റ മലപ്പുറം നിന്നാണ് ചെയ്യുന്നത്. അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അവർ നമ്മളെന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് നമുക്കത് ക്ലിയർ ചെയ്ത് തരും. ആ ഒരു പ്രോബ്ലം തോന്നിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാറ് ചെറുതായിട്ടൊന്ന് ബാക്ക് എടുത്തപ്പോൾ തട്ടിയിരുന്നു. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനി ഷോപ്പിൽ നിന്ന് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത്, ഷോപ്പിൽ നിന്ന് തന്നെ അവർ പെട്ടെന്ന് അത് ശരിയാക്കി തന്ന് ഏകദേശം പാർട്സ് വരാനുള്ളൊരു ടൈം എടുത്ത്. ആ സമയം ഞാൻ വാഹനം ഉപയോഗിച്ചു. പിന്നെ അതിന് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോസിൽ ഉൾപ്പെടുത്താം.